സോ വണക്കം, സ്വാഗതം അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ തുടങ്ങുന്നില്ല. ഓക്കെ. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത് രേണു സുധീനെ കുറിച്ചുള്ള രേണു സുധീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇതിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ബേസിക്കലി എൻ്റെ ജെന്യൂൻ അഭിപ്രായങ്ങളാണ്. പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതെ ഇരിക്കാം. സോ അതൊന്നും എൻ്റെ വിഷയമല്ല. സോ നമ്മളിന്ന് രേണു സുധീനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഒരു ഇൻ്റർവ്യൂ എന്ന് പറയണത് ഒരാളെ താത്താനും പറ്റും, ഒരാളെ പൊക്കാനും പറ്റും. ഓക്കെ. സോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഇൻ്റർവ്യൂ അവതരിപ്പിക്കുന്ന ആൾക്ക് ഇത്ര അധികം നെഗറ്റീവ് കമൻസ് ഒരു ചാനലിൻ്റെ അകത്ത് വരുന്നത്. സോ ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഓക്കെ. സോ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇതിൽ ആങ്കറായിട്ട് വന്നത് ശാരിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഓക്കെ. ഈ ശാരിക എന്നുള്ള പെൺകുട്ടിയാണ് ഇതിൽ ഇൻ്റർവ്യൂസിൽ രേണു സുധീനോട് ചോദ്യങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. സോ ഇതിൽ എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ചോദ്യം നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ എടുത്ത് വെച്ച് കമൻറ്റ് ബോക്സിൽ നിന്ന് എടുത്ത് ചോദിക്കണ പോലെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മളെ അങ്ങോട്ട് ദേഷ്യം പിടിപ്പിക്കില്ലേ, ആ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങളും എടുത്ത അടിച്ച പോലെ മുഖത്ത് നോക്കി പറയാണ് ഇങ്ങനെയല്ലേ ചെയ്തത്, ഇങ്ങനെയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ബേസിക്കലി ഉള്ളത്. ഓക്കെ. സോ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറയണം. സോ നമുക്കിതിൽ ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് നമുക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്യാം ഓരോ കാര്യങ്ങൾ. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഇൻട്രോ ആണ്. നമുക്ക് ഇൻട്രോ ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയല്ല. ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു, അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്ന് അഭിനയിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണ് അത്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? കുഞ്ഞിലെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിര തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല. എനിക്ക് ഒരു തലക്കനവും ഇല്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നോ? പറയുമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണം? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടന്റെ 2 മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തിയടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് അറിയാം. മോശം പറഞ്ഞോ? വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. വളരെ മോശം. സോ ഈ ഇൻട്രോ എന്ന് പറയുന്നത് ഒരു വീഡിയോന്റെ മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. ഓക്കെ. സോ ഇൻട്രോയിൽ കണ്ടിട്ടാണ്, അതായത് ഈ ഒരു എൻറ്റയർ വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു എൻറ്റയർ വീഡിയോൻ്റെ കാര്യങ്ങൾ ഈ ഒരു ഇൻട്രോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. അതായത് മെയിനായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. സോ അതെല്ലാ വീഡിയോസിലും ഉണ്ടാകുന്നതാണ്. ഇതിൽ ഞാൻ സ്പെസിഫൈ ആയിട്ട് നോട്ട് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്, ഇവർ ഈ ലാസ്റ്റ് എണീച്ച് പോകുന്നുണ്ടല്ലോ, ഈ എണീച്ച് പോകുന്ന എലമെൻറ്റ് ഞാൻ ഈ വീഡിയോയിൽ ഒന്നാകെ തപ്പി. എവിടെ എനിക്ക് സംഭവിക്കാൻ പറ്റില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയത്? മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് തന്നെയാണ് എന്നെ ചോദ്യം. സോ എന്തുകൊണ്ട് ഇങ്ങനെ? സോ ബേസിക്കലി എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ആൾക്കാരെ പിടിച്ചിരുത്തണ്ടേ. സോ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അടിച്ച് വിട്ട് കാണും, ചില ആൾക്കാർ ഇതെന്ത് ചെയ്യും, ഈ ഒരു എലമെൻ്റൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് കാണും. സോ ഇങ്ങനെ കാണുന്നോളം തന്നെ ആ വീഡിയോൻ്റെ വാച്ച് അവറും അതേപോലെ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ കൂടും. സോ ഈ വാച്ച് അവർ കൂടുന്നതിനനുസരിച്ചാണ് യൂട്യൂബിൽ വീഡിയോ പുഷ് ചെയ്ത് വിടുന്നത്. ഓക്കെ. സോ ഇൻട്രോ എന്നുള്ളത് അടിപൊളിയായിട്ടുണ്ട്. സോ ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഇവർ വേറെ വല്ല പണിക്കും പോവുക, അതേപോലെ തന്നെ അതൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത്, മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ. നമുക്ക് ഇതിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എലമെൻറ്റ്സ് നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് നമ്മളിതിൽ പ്ലേ ചെയ്യുന്നുണ്ട്.
ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, എന്താണ് എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. സോ ഇത് പലർക്കും പിടിക്കും, പലർക്കും പിടിക്കാതിരിക്കും, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സോ നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. സോ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രേണുസുതിയെ മാത്രമാണല്ലോ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. വേറെ ഒരുപാട് ആൾക്കാർ ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചാനലുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ. അവരും ഈ പറയപ്പെടുന്ന പോലെ ബിക്കിനി വേഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വേഷങ്ങളോ ചെയ്യുന്നത്. അപ്പൊ രേണുസുതിയെ മാത്രം തെരഞ്ഞെടുത്ത് ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താണ്? മേ ബി ഹസ്ബൻഡ് മരിച്ചു പോയത് കൊണ്ട് വിധവ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് വിപരീതമായിട്ട് ഞാൻ കാണിക്കുന്നത് കൊണ്ടാകാം ഇവരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഓക്കെ, അതല്ല വിധവ. ഓക്കെ, മലയാളികൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. രേണുസുതി കാണിക്കുന്നത് ഇച്ചിരി ഓവർ അല്ലേ? ഇല്ല, എനിക്ക് ഈ മനുഷ്യർ ചോദിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ കാണിക്കുന്ന ഓവർ അല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്തോ സോ ഇതിൽ ബേസിക്കലി പറയുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ഇങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നത്. സോ ഇവരുടെ ആക്ടിങ് ഒക്കെ ഭയങ്കര ഓവറല്ലേ കാര്യങ്ങൾ. സോ ബേസിക്കലി ഇവർ പറഞ്ഞു വരുന്നത് ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് എന്താണ് നമുക്ക് പറയുക, ഒരു ആൾക്കാരുടെ മനസ്സിലൊരു എന്താ പറയുക, എന്താ അതിന് പറയുക, ഓരോ സഹതാപം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സഹതാപം വെച്ച് എന്താണ് അവർ സഹതാപം വെച്ച് കയറി വന്നു എന്നുള്ളൊരു ഇതായി. അപ്പം എന്ത് ചെയ്തു, ഇവരെ ആൾക്കാരുടെ മുമ്പിൽ ഓട്ടോമാറ്റിക്കലി കോമാളി ആവാൻ തുടങ്ങി. സോ ഇവരെന്താണ് ബേസിക്കലി ചെയ്യുന്നത്, ഹോട്ട് വേർഷൻ, അതായത് ഹോട്ടായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഫസ്റ്റത്തെ ആ റീല് കണ്ടിട്ടുണ്ടാവും. കാരണം ദാസേട്ടൻ കോഴിക്കോടിനായിട്ടാണ് ഉണ്ടായിരുന്നത്. ഞെക്കി പിഴിയ കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയണത്. ഹോട്ട് വേർഷൻ എനിക്ക് കണ്ടിട്ട് അത് നോർമൽ. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആക്ടേഴ്സ് ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ആക്ടേഴ്സ് അല്ലാത്തവരും ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും റീലായിട്ടും ഇടുന്നുണ്ട്. ഇതൊന്നും ആൾക്കാർക്ക് ഒരു എന്താണ് പ്രശ്നവും ഇല്ല. ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആൾക്കാർക്ക് എന്താണ് പ്രശ്നം, രേണുസുതി ഇത് ചെയ്തല്ലോ, അതായത് നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ആൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അതായത് ഇതിലൊക്കെ ഹേറ്റേഴ്സ് ഉണ്ടാവും. സോ ഇവരെന്ത് ചെയ്തു, ഇതൊക്കെ കുത്തിപ്പൊക്കി. സോ ഈ കുത്തിപ്പൊക്കിയാൽ ഇവർക്ക് കുറച്ച് നെഗറ്റീവ് സംഭവം, സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. എന്നാലും ഇവർ പിടിച്ചു നിന്ന് ഇപ്പോൾ നല്ല രീതിയിൽ ഇവർക്ക് എന്താണ് ഒരു ഫെയിമായി. ഓക്കെ, ഈ ഫെയിമായി വന്നപ്പോൾ ഇത് പലർക്കും കൊണ്ട് പിടിച്ചില്ല. അതാണ് ബേസിക്കലി ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മി നക്ഷത്ര, താങ്കൾ ഇപ്പം ഈ സുധിച്ചേട്ടന്റെ മരണത്തോടനുബന്ധിച്ച് ആദ്യമായിട്ടൊരു വൈറൽ കണ്ടന്റിലേക്ക് വരുന്ന വെച്ചാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കർ, അവര് താങ്കളുടെ വീട്ടിൽ വരികയും കുറേയധികം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇതെല്ലാം ആൾക്കാർ കാണുന്നത്. അത് റെക്കോർഡിംഗ് ആയിരുന്നു. അത് ആരെയും കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ അതൊരു മാർക്കറ്റിംഗ് പർപ്പസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഫെയിം നേടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഒരുപക്ഷെ. അങ്ങനെയാണെന്ന് രേണുവിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് നമുക്കൊരു വരുമാനം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ മാസവും. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, ഇപ്പൊ 2 വർഷമായല്ലോ സുചേട്ടൻ മരിച്ചത്. അതിന് മുന്നേ ആ സമയത്തൊക്കെ നമുക്ക് എല്ലാ മാസവും ഒരു തുക കുട്ടി തരുന്നുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം കാലം തരുന്നുണ്ടായിരുന്നു. സോ ഓക്കെ, അതായത് ലക്ഷ്മി നക്ഷത്രേനെ വരെ ഇതിൽ വലിച്ചഴക്കാൻ തുടങ്ങി. സോ സ്റ്റാർ മാജിക് എന്നാണ് ആ ഷോന്റെ പേര്. ഈ സ്റ്റാർ മാജിക്കിൽ അവതാരകയാണ്, ആങ്കറാണ് ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കൊല്ലം സുധി മരിച്ച ടൈമിൽ ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെയാണ്, അതായത് ലക്ഷ്മി നക്ഷത്രേൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇവരുടെ ഓരോ കാര്യങ്ങളും, അതേപോലെ തന്നെ ഇവർക്ക് മറ്റേ കൊല്ലം സുധീൻ്റെ സ്മെല്ലുള്ളൊരു യൂസഫ് ബായിൻ്റെ പെർഫ്യൂം ഷോപ്പ് പോയിട്ടുള്ള സംഭവങ്ങളും, അതായത് ആ പെർഫ്യൂം ഉണ്ടാക്കുന്നതും എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് കാശ് കൊടുത്തു എന്നും പറയണ്ട. അതായത് ഇവർക്ക് മാസം ഇച്ചിരി പൈസ കൊടുക്കുന്നുണ്ട്. അതായത് ഇവരിപ്പോൾ എന്താണ് എല്ലാം തകർന്ന ലെവലിലല്ലായിരുന്നോ. സോ അതുകൊണ്ട് അവർ പൈസ കൊടുക്കുന്നുണ്ട് എന്നുണ്ട് പറയുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, സോ വേറെ ആരെങ്കിലും ഈ ടൈമിൽ അവരെ സഹായിക്കാനുണ്ടായിരുന്നു. സോ ഒരാളെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ചതിൽ നമ്മൾ അതിലെന്തെങ്കിലും കുറ്റം കണ്ടെടുത്തണോ? ഇത് മാർക്കറ്റിംഗ് രീതിയാണ്. മാർക്കറ്റിംഗ് അല്ലേ? ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? സോ ഇതൊരു മാർക്കറ്റിംഗ് രീതിയായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം അവരുടെ അവസ്ഥ അവർ പുറത്ത് വിടുന്നു, കുറേ പേര് അവരെ സഹായിച്ചു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എലമെൻറ്റിൽ പറയുന്നത്. സോ നമുക്ക് അടുത്ത എലമെൻറ്റ് നോക്കാം കേട്ടോ.
പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടോ? ഞാൻ കളിയാക്കത്തില്ലായിരുന്നു. അല്ല, ജനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച് ഞാൻ ജനങ്ങളുടെ കാര്യം പൊതുവെ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു, സ്വന്തമായിട്ട് അഭിനയിക്കുന്നു, സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു, പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു. അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ. ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ ആക്ടിങ്, ഞാൻ രേണുസുധി എന്ന വ്യക്തിഹത്യ ചെയ്യുമല്ല, പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോ എന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് പറഞ്ഞു, എനിക്ക് പൈസയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം, എനിക്ക് പൈസ ഇല്ല, അതാണ് വ്യത്യാസം. ഓക്കെ, പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എന്റെ പാഷനും കൂടാണത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്റെ പപ്പായ്ക്ക് ജോലിക്കാൻ പറ്റത്തില്ല. സൂചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി, ഞാൻ ചെയ്യുന്നു. പക്ഷെ അഭിനയത്തിൽ വലിയ അതാണ് ഇവിടെ സന്തോഷ് പണ്ഡിറ്റിനെ വരെ എന്താണ് ഇതിലേക്ക് വലിച്ചയക്കുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് എന്താ കോമാളിയാണോ? അങ്ങേരുടെ കഴിവ് അനുസരിച്ച് എഴുതി ഉണ്ടാക്കി അങ്ങേര് അഭിനയിക്കുന്നു. അത് ചിലർക്ക് ഇഷ്ടാവില്ല, ചിലർക്ക് ഇഷ്ടാവുന്നു. ഓക്കെ, സോ സന്തോഷ് പണ്ഡിറ്റും അതേപോലെ തന്നെ ഈ രേണുസുധിയും ഒരേപോലെ തന്നെ കോമാളികളാണ്. ഓക്കെ, കോമാളികളാണെന്നുള്ള രീതിയിലാണ് ഇവിടെ റിയാക്ഷൻ വരുന്നത്. പക്ഷേ എന്താണ് ഈ ഇൻ്റർവ്യൂ പോണൊരു പോക്കേ, അതായത് കോമാളികളാണ് സന്തോഷ് പണ്ഡിറ്റും അതേപോലെ തന്നെ രേണുസുധിയും കോമാളികളാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇവർക്ക് വേറെ പണിക്കൊന്നും പോയിക്കൂടാ, എന്തുകൊണ്ട് അഭിനയം മാത്രം ചെയ്യുന്നു എന്നുള്ളത് ചോദ്യത്തിൽ കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ട്. അത് എന്തായാലും വളരെ നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്കിതാണ് താല്പര്യം. എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടല്ലോ. അതൊരു കറക്റ്റ് മറുപടി ആയിരുന്നു. ഓക്കെ, സോ നമ്മളെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ വല്ലവനും ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഊമ്പി തിരിയും. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, സോ അടുത്ത എലമെന്റ് നോക്കാം. ഉത്തമ കോളേജിൽ പഠിക്കുന്ന. അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു കുപ്രസിദ്ധി ബാധിക്കുന്നില്ലേ? എവിടുന്ന് ഒരു ബാധ്യതയില്ല. അവർക്ക് ഒരു നാണക്കേടും അങ്ങനെ ഒന്നുമില്ല. കാരണം മൂത്ത മോൻ, ഇളയത് 5 വയസ്സല്ലേ ഉള്ളൂ, അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അറിയില്ലല്ലോ, മൂത്ത മോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല. അമ്മയുടെ ഇഷ്ടം ചെയ്യുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക, അവൻ്റെ കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും, പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ, ഇന്ന് വരെ, അല്ലെങ്കിൽ എന്നോട് ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ, ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ? ഇത് പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ്? അഭിനയവോ? അതെ, ഇല്ല, അഭിനയം അങ്ങനെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം. അവൻ എന്റെ മകനാണ്. അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാണ് സൂചേട്ടൻ. എന്റെ മകൻ അമ്മ ഇനി അഭിനയിക്കരുത് എന്ന് പറയത്തില്ല. കാരണം അവനിപ്പോ 20-21 വയസ്സാകാറായി. ഇനി അവൻ എന്ത് പറയാനാണ്, എന്നെ പറയാനാണ്. സോ കൊല്ലം സുധീൻ്റെ മോനെ വരെ ഇതിൽ വലിച്ചഴിക്കാൻ തുടങ്ങി. അതായത് എന്താണ് ഇതിൽ ഇവരിങ്ങനെ അഭിനയിക്കണതിൽ മോന് വല്ല എതിർപ്പും ഉണ്ടോ? സോ ഇവരെന്നെ പറയുന്നുണ്ട് മോന് എതിർപ്പൊന്നുമില്ല. ഓക്കെ, ഒരു എതിർപ്പുമില്ല, കാര്യങ്ങളൊന്നുമില്ല. സോ സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവർ 2 മക്കളുണ്ട്. ഒരാൾ കോളേജിൽ എന്തോ ആണ് പഠിക്കുന്നത്, ഒരാൾ ചെറിയ ക്ലാസ്സിൽ എന്തോ ആണ്. സോ മൂത്താക്ക് എന്തെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ഇവർക്ക് അറിയേണ്ടത്. കുടുംബത്തിൽ കയറി കളിക്കുന്നതെന്നൊക്കെ പറയില്ലേ, അതേ സംഭവം തന്നെ. ഡയറക്റ്റായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ടാണ് ഇതിൽ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. വെറുതെ ഓരോ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ ഫസ്ട്രേഷൻ ആക്കൂലേ, അതേപോലെ എന്താണ് പ്രവോക്കുന്ന ഒരു രീതി ചോദ്യങ്ങളാണ് ഇതിൽ ഫുള്ള്. ഈ കമൻറ്റ് ബോക്സിൽ വരില്ലേ, മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മക്കളെ പറയിപ്പിക്കാൻ വേണ്ടി അഭിനയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളാണിത്. വെറുതെ കിടന്നിട്ട് വോയിസ് ലീക്ക് ആയിട്ടുണ്ട്. അയാൾ പറയുന്നത് അവർക്ക് കൊടുത്തത് തൊട്ടടുത്തുണ്ട്. ഇന്നലെയും മിണ്ടിട്ട് ഇന്ന് രാവിലെയും കണ്ടു മിണ്ടിട്ടാണ് വന്നത്. എനിക്കറിയത്തില്ല, ഞാനത് കണ്ടിട്ടില്ല. ആ വോയിസ് ഒന്ന് ഞാൻ കേട്ടിട്ടില്ല. രേണു സുധിക്ക് തന്നെന്ന് പറഞ്ഞാണോ പുള്ളി പറഞ്ഞത്? എനിക്ക് ആരും സ്ഥലം തന്നിട്ടില്ല. എനിക്ക് ആരും സ്ഥലം തന്നെ, എന്റെ പേര് സ്ഥലം എനിക്ക് രേണു സുധിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും നന്നായിട്ട് അറിയാം. സോ സ്ഥലം കൊടുത്തത്, അതായത് ഇവർക്ക് സ്ഥലം കൊടുത്തിട്ടില്ല, മക്കൾക്ക് സ്ഥലം കൊടുത്തു. സോ ഇതിലെന്താണ് ആങ്കർക്ക് ഇത്ര പ്രശ്നം? ഫുള്ള് സ്ക്രിപ്റ്റഡല്ലേ. സ്ക്രിപ്റ്റഡിൽ ഇതൊക്കെ ഉണ്ടാവും, നോർമൽ കാര്യമാണ്, മൈൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ എന്താണ് അവർക്ക് തന്നെ ആങ്കർക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് വരെ മറുപടി കേട്ടിട്ട്. അതാണ് അത് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കൂലേ, അതേ സംഭവം തന്നെ കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അതങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. വല്ലാത്ത കഥ തന്നെ അല്ലേ.
ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. അതിനൊരു പേടിയുണ്ട്, എന്തായി തീരുമെന്ന്. ഈ 2 കാര്യത്തെയാണ് ഞാൻ പേടിക്കുന്നത്. കുറച്ചുകൂടെ അഭിനയം നന്നാക്കിയാൽ നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അതോ മോശം അഭിനയത്തിലേക്ക് പിന്നെയും പോയാൽ ഭാവി ഉണ്ടാകുമെന്നാണോ ചിന്തിക്കുന്നത്? അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള ഇത്രയും വിവാദം, സോ ഇതിൽ എന്താണ് സോഷ്യൽ മീഡിയക്കാർ ഇത്രയും വെറുത്ത, അതായത് നാട്ടുകാർ ഇത്രയും വെറുത്ത ഒരു സ്ത്രീ വേറെ ഇല്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ ആര് വെറുത്തു? ഇവരുടെ അഭിനയം തികച്ചും അവരുടെ എന്താണ് തീരുമാനമാണ്. അതിൽ ആര് വെറുക്കാൻ, ആര് വെറുത്തു വെച്ചിട്ട് അവർക്ക് എന്ത് പോവാൻ, നമുക്കെന്ത് പോവാൻ? വെറുത്തുവോ? ഒരാൾക്ക് ഓരോ സ്വഭാവങ്ങളുണ്ടാവും. ഇപ്പം എനിക്കിങ്ങനെ ചെയ്യാനാണ് താല്പര്യം, അവർക്ക് അങ്ങനെ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവർ ഇത് ചെയ്യട്ടെ. എന്തിനാണ് വെറുതെ ഓരോരുത്തരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയിട്ട് എന്താണ് അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ സീന് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വെറുതെ എന്തിനാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ട് മിണ്ടായിരിക്കുന്നതല്ലേ അല്ലേ? അവർക്ക് താല്പര്യമുള്ള അവർ ചെയ്യട്ടെ എന്ന്. സോ അവർക്ക് ജീവിക്കാനും അവരുടെ ഒരു പാഷനുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ കയറി തലയിട്ടിട്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഭർത്താവ് മരിച്ചതാണ് അതുകൊണ്ട് നീ ഒതുങ്ങി ജീവിക്കണം, നീ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ട ഒരു കോമൺ സെൻസ് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അവർക്ക് ചെയ്യേണ്ടത് അവർ ചെയ്തോട്ടെ. സോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമൻ്റ് ഇട്ട് നിറച്ച് അവർക്കെതിരെ. സോ ഒന്ന് ചിന്തിച്ചാൽ മതി, അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. അവരെത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും. സോ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ നിങ്ങൾ ഓരോന്നും നിങ്ങൾ അവരെക്കുറിച്ച് പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഹിറ്റ് ബാക്ക് ഉണ്ടാവും. അതായത് കർമ്മ നിങ്ങളെ തിരിച്ചടിച്ചിരിക്കും ഉറപ്പായിട്ടും. സോ നിങ്ങളുടെ കമൻ്റ് ഇട്ടിട്ട് അവർക്ക് വിഷമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടും. അത് ഒരു ഷുവറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ ചെക്ക് ചെയ്താൽ മതി. സോ ഈ വീഡിയോയിൽ അത്യാവശ്യം വ്യൂസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ ചെക്ക് ചെയ്താൽ മതി എനിക്കെതിരെയുള്ള തെറിവിളികൾ. സോ അത് നമ്മൾ മൈൻഡ് ചെയ്യില്ല, നമ്മൾ കമൻറ്റേ മൈൻഡ് ചെയ്യാൻ പോകില്ല. പിന്നെയാണ് നാട്ടുകാരെ കൊണ്ടോ വലിയ വിലയൊന്നുമില്ല, നാട്ടുകാരെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ നമ്മൾ തന്നെ ഉണ്ട്, അല്ലാതെ നമ്മുടെ കാര്യം നോക്കാൻ നാട്ടുകാർ വരുമൊന്നുമില്ല. നമ്മുടെ കാര്യം നാട്ടുകാർ വരും, എന്തിനാ അറിയോ? സോ നമ്മളതിൽ ഒരു 5-10 കാശ് വരുമ്പോൾ നാട്ടുകാർ നമ്മളൊപ്പം തന്നെ നിൽക്കാണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെയും കുറ്റം പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ നടക്കും അവന്മാർ. ഇതാണ് അവന്മാരുടെ മെയിൻ ഹോബി. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. സോ സോഷ്യൽ മീഡിയയിൽ എക്സ്ട്രീമായിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരാളെ പൊക്കാനും ഒരാളെ താത്താനും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് പ്രത്യേക താല്പര്യമാണ്. സോ ഒരുപാട് പേര് പൊങ്ങിപ്പോയിട്ടുണ്ട്. സോ ഒരുപാട് പേര് അവരുടെ കഴിവുകൊണ്ട് ആ ലെവലിൽ നിന്നിട്ടുണ്ട്. ഓക്കെ, സോ അധികം ഇതിലൊന്നും പോയി പെടാതെ അങ്ങനെ നിന്നിട്ടുണ്ട്. സോ ഒരുപാട് പേര് കുഴി പോയി ചാടി, അതായത് ഒന്ന് ഫെയിം ആയപ്പോൾ വീണ്ടും പോയി കുഴി ചാടിയിട്ട് അങ്ങനെ താന്നു പോയവരും ഉണ്ട്. സോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പൊങ്ങാനും താഴാനും എളുപ്പമാണ്. സോ ഒരാളുടെ ജീവിതം അറിയാൻ ജസ്റ്റ് കുറച്ച് നേരം മതി. സോ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ കാര്യം നോക്കി മിണ്ടാണ്ടിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന പോലങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതാണ് നമ്മളിവിടെ ചെയ്യാൻ നോക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം ഇടപെട്ട് നീ അങ്ങനെ നടക്ക്, നീ ഇങ്ങനെ നടക്ക്, നീ അങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കാനും പോകണില്ല. നിങ്ങൾ ആ കമൻ്റ് ഇട്ടത് പാഴാവുകയും ചെയ്തു, നിങ്ങളെ സമയം പോവുകയും ചെയ്തു. നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ രീതിയിൽ മുമ്പോട്ട് പോവുക. ഓക്കെ, സോ നമ്മളെ രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ സൈനിങ് ഔട്ട്.